Ladies and gentlemen, this is Adarsh and welcome to My Comedy. ഒരു റോം കോം ഇന്നലെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഈ അടുത്ത കാലത്ത് ഒരു ലോഡ് റോം കോം ഈ പെട്ടിക്കട ഇടുന്ന പോലെയാണ് റോം കോംസ് വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വെരി നൈസ്, ആക്ച്വലി വെരി നൈസ്. സോ കല്യാണം കഴിക്കുകയാണെങ്കിൽ ലവ് മാരേജ് ചെയ്യും എന്ന് ഒറ്റക്കാലിൽ വാശി പിടിച്ച് നിൽക്കണം നമ്മുടെ നായകൻ. സോ കൊച്ചിന്റെ തന്തപ്പിടി നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങേർക്ക് ലവ് മാരേജ് പറഞ്ഞാൽ തന്നെ വെറുപ്പാണ്. കാരണം ആളൊരു ഡിവോഴ്സ് ലോയറാണ്. പിന്നെ പറയണ്ടല്ലോ, ദ ബെസ്റ്റ് ഇൻ ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നടക്കുന്ന പുകിലും പരിപാടിയൊക്കെ പറഞ്ഞു പോണ ഒരു റോം കോം കം ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി പറയുമ്പോൾ രണ്ട് ലവ് സ്റ്റോറീസ് ഉണ്ട് ഇതില്. നാരി നാരി നടുമ മുരാരി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓരോ യോജനയ്ക്കൊക്കെ ഇടുന്ന പേര് പോലെയുണ്ട്. PM കുസും, പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്തം മഹാ അഭിയാൻ എന്നൊക്കെ. അണ്ണാ ഇതൊക്കെ കുറച്ച് സിമ്പിൾ ആക്കി ഇട്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്. സോ എല്ലാ ഭാഷയിലും ഈ സിനിമ അവൈലബിൾ ആണ്. ചാമിങ് സ്റ്റാർ ശർവാനന്ദിന്റെ സിനിമയാണ്. സോ തെലുങ്കിൽ പിന്നെ എല്ലാവരും സ്റ്റാർ ആണ്. യൂത്ത് സ്റ്റാർ, എന്റർടൈൻമെന്റ് സ്റ്റാർ, വാൽ നക്ഷത്രം, വാലില്ലാത്ത നക്ഷത്രം. സോ ഇത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സംയുക്ത, വെറും സംയുക്ത. ഈ സിനിമയിൽ ആകെ ഒരു നെഗറ്റീവ് ആ ഒരു കൊച്ചു മാത്രമാണ്. ദിസ് ഇസ് ആക്ച്വലി വെരി നൈസ് ഫിലിം. ഫൺ പറഞ്ഞ സൂപ്പർ ഫൺ പടം. ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, ചിരിച്ച് മറിയാനുള്ളതുണ്ട്. സോ ആളുടെ മനമേ പറഞ്ഞിട്ട് ഒരു പടമുണ്ട്. അങ്ങേരെ ഒരു ഫേവറേറ്റ് ജോണർ അല്ലെങ്കിൽ അങ്ങേരെ ഒരു കംഫേർട്ട് ജോണർ റോം കോം. അതിൽ അങ്ങേര് കിഡുവാണ്. സോ മനമേ കാണാത്തവർ കണ്ടു നോക്കുക. പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ തന്നെയാണ് അത് സ്ട്രീം ചെയ്യുന്നത്. ഈ ശർവയും അതേപോലെ കൃതി ഷെട്ടിയുടെ പടവും കിഡു സാധനം. അത് കുറച്ചും കൂടി ഇമോഷണൽ ആയി പോകുന്ന സിനിമയാണ്. എന്നാൽ ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ആണ്. പിന്നെ ഇങ്ങനെ ഒരു ടൈം ട്രാവൽ പടമൊക്കെ ഉണ്ട്, ഒക്കെ ജീവിതം അങ്ങനെ എന്തോന്നു, അത് കിഡു സാധനം. സോ സമയമുള്ളവർ കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയിൽ ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സംയുക്തയാണ്. അഖണ്ഡ താണ്ഡവത്തില് ഓസ്കാർ വെല്ലുന്ന പെർഫോമൻസിന് ശേഷം കൊച്ചിന്റെ അടുത്ത മെഴുകു പ്രതിമയെ വെല്ലുന്ന പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. ബർലാവായിട്ട് വാൾക്കേർ പൊട്ടി ഇൻറ്റു 10 കിലോ ഇട്ടിന്റെ മുഖത്ത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്രഷൻ ഇടുണ്ടോന്ന് പോലും അറിയില്ല. മെഴുകു പ്രതിമയെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. മാഡം തുസാറ്റ്സിന്റെ മെഴുകു പ്രതിമ മ്യൂസിയത്തിലോട്ടുള്ള പുതിയ എൻട്രിയാണ് നമ്മുടെ സംയുക്ത ചേച്ചി. വൻ ശോകമായിരുന്നു. അഖണ്ഡയിലും തന്നെയായിരുന്നു അവസ്ഥ. ശരിക്കും ഒരു മെഴുകു പ്രതിമ, ഇതിലും മെഴുകു പ്രതിമ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ആ സീൻ കാണുമ്പോൾ തന്നെ സിനിമയുടെ പോക്ക് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഫൺ പടം, നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാം. ആൻഡ് ഇതിൽ ഫസ്റ്റ് ലവ് സ്റ്റോറി തന്നെ കേരളത്തിൽ വെച്ചിട്ട് ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഈ സിനിമയത്തെ ഏറ്റവും ബെസ്റ്റ് പാട്ട് ആ സീക്വൻസ് ആണ്. ആ സമയത്തുള്ള സോങ് ആയാലും ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആയാലും നല്ല രസമായിരുന്നു. ഫണ്ണാണ് പടം. ഫൺ പറഞ്ഞാൽ ഇരുന്ന് ചിരിക്കാവുന്ന ഒരു പടം. വലിയ ലോജിക്കും കഥയൊന്നും നോക്കരുത്, നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം. ഇപ്പൊ പൊങ്കലിന് റിലീസ് ചെയ്തൊരു പടമാണ്. പൊങ്കലിന് ഇറങ്ങിയ ഒരു ലോഡ് അപരാധങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ ഫൈൻ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതില് ഈ തെലുങ്ക് സിനിമയിൽ കോമഡി ചെയ്യുന്ന ഒരു ലോഡ് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, എക്സെപ്റ്റ് നമ്മുടെ സംയുക്ത ചേച്ചി. ശർവ നമ്മൾ ആൾക്ക് ഇതൊക്കെ കേക്ക് വാക്കാണ്. ആൾ കിഡുവായിട്ട് റൊമാൻസ് ചെയ്യും, കിഡുവായിട്ട് കോമഡി ചെയ്യും. ആൻഡ് കോമഡി സീൻസ് ഫുൾ ഓഫ് ചെയ്യാൻ ആൾക്ക് ഈ മറ്റേ സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ആള് വന്നു പണി പോയി, കിഡു പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ലവ് സ്റ്റോറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ കൊച്ചിന്റെ പെർഫോമൻസ് ആയാലും ശർവയുടെ പെർഫോമൻസ് ആയാലും നല്ല രസമായിരുന്നു. ആ കൊച്ചിന്റെ തന്തപ്പിടിയായിട്ട് അഭിനയിച്ച ആള് കിഡുവായിരുന്നു. നല്ല രസത്തിൽ കണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫ് പോയത് പോലും അറിഞ്ഞില്ല. ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഉണ്ട് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഫസ്റ്റ് ഹാഫ് പോയത് പോലും അറിഞ്ഞില്ല, അത്രയും രസമായിരുന്നു. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംയുക്ത ചേച്ചി വന്നു. ആൻഡ് അവരുടെ ലവ് സ്റ്റോറി ഒട്ടും കൺവിൻസിങ് അല്ല. ഇവര് ബ്രേക്കപ്പ് ആവണേനൊക്കെ പറയുന്ന റീസൺ ഉണ്ട്. പിച്ചി, മാന്തി, നുള്ളി, അയ്യേ, ആ ഒരു ക്യാരക്ടർ വേറെ ആരെങ്കിലും ചെയ്തെന്ന് ചോദിച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സംയുക്ത ചേച്ചി മലയാളത്തിലെ നല്ല പടങ്ങളൊന്നും കിട്ടില്ല എന്നിട്ട് പോയി ചെയ്യുന്നതാണ് തെലുങ്കിൽ ഇങ്ങനത്തെ സിനിമയൊക്കെ. അഖണ്ഡയിൽ ഐറ്റം ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നാണ് തോന്നുന്നു. ആൻഡ് ഇതില് നല്ല റോളായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസ് വൻ ശോകമായിരുന്നു. ആൾ എന്താ കാണിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല മുഖത്ത്. ആൻഡ് ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഈ തെലുങ്ക് അറിയാത്ത ഒരാൾ പോയിട്ട് തെലുങ്ക് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് അവസ്ഥ. ഞാൻ ഒറിജിനൽ വേർഷൻ ആണ് കണ്ടത്. ഇതിൽ മലയാളം തമിഴൊക്കെ അവൈലബിൾ ആണ്. ഡബ്ഡ് എത്രത്തോളം നല്ലതാണ് ഐ ഡോണ്ട് റിയലി നോ. സോ മാക്സിമം ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ കാണാൻ നോക്കുക. തെലുങ്ക് അറിയാത്തവര്, തെലുങ്ക് പറഞ്ഞ സബ് ടൈറ്റിൽസ് വായിച്ച് മനസ്സിലാവാത്തവര് യു ക്യാൻ ഗോ വിത്ത് ദ ഡബ്ഡ് വേർഷൻ. നമ്മുടെ വെനില കിഷോർ ഒക്കെ വരുന്ന ഒരു സീനിൽ നല്ല രസമാണ്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ
ട്വിസ്റ്റിക്ക് മേലെ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ സീക്വൻസ് ആയിട്ട് സീൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നൈസ് സാധനമായിരുന്നു. ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയായിരിക്കും അവസാനിക്കുക. എവറിത്തിങ് ഇൻ ദ സെക്കൻഡ് ഹാഫ് വാസ് പ്രെഡിക്റ്റബിൾ. പക്ഷെ അവര് സീൻ ബൈ സീൻ കണക്ട് ചെയ്തത് നല്ല രസമായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ശോക പരിപാടിയോ മോശമായിട്ടൊന്നും തോന്നുന്നില്ല. നൈസ് വാച്ച്. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ കുറെ ഇരുന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. സോ വേണ്ടവര് കണ്ടു നോക്കാം. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.